ഹലോ ഫ്രണ്ട്സ്, ക്രിസ്മസ് ഒക്കെ വരുന്നതല്ലേ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് തയ്യാറാക്കാം. ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ്സിലാണ് പഞ്ചസാരയും മാവും അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പകുതി പഞ്ചസാര നമുക്ക് ക്യാരമൽ ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലിട്ട് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്യാം. ഒന്ന് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഒന്ന് നല്ല പതഞ്ഞ് വരണ സമയത്ത് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര എടുത്ത ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഡേറ്റ്സും വാൾനട്ടും പിന്നെ കറുത്ത മുന്തിരിയാണ്. അപ്പോൾ ഞാൻ ഈ തിളച്ച് കൊണ്ടിരിക്കുന്ന സിറപ്പിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 ഗ്രാമ്പു ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓറഞ്ച് തൊലി വേണം കേട്ടോ. ഓറഞ്ച് തൊലി ഒന്ന് ഇട്ടാൽ കേക്കിന് നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ്. വീട്ടിൽ ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓറഞ്ച് പൊളിച്ച് അതിൻ്റെ ഈ അകത്തുള്ള വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ഒന്ന് ചീകി കളഞ്ഞതിന് ശേഷം ഞുറുക്കിയെടുത്ത് ഷുഗർ സിറപ്പിലിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലം കേക്കിന് നമുക്ക് അതുകൂടി ഒന്ന് വേണമല്ലോ. അപ്പം ഈ ഓറഞ്ച് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു ജാറെടുത്ത് അതിൽ ബാക്കി പഞ്ചസാര പൊടിച്ച് പിന്നെ 2 മുട്ടയും ഇട്ട് വാനില എസൻസും ഓയിൽ കൂടെ 2 സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് നമുക്കത് ബീറ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ 1 കപ്പ് മൈദ മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളു ഉപ്പ്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ബാറ്റർ നമ്മുടെ ഈ ഷുഗർ സിറപ്പിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മാവ് ഈ ബാറ്ററിലൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. കാണുമ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നും, പക്ഷേ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവും. ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ചോറ്റുപാത്രത്തിലാണ് കേട്ടോ. കേക്ക് ടിന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ചോറ്റുപാത്രം, ഒരു ഷേപ്പുള്ള എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് അതിൽ ഈ മിക്സ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം കുക്കറിൽ ഒരു റിങ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒന്നിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കുക്കർ ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ആ ചൂടാക്കിയിട്ട കുക്കറിൽ നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഇറക്കി വയ്ക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നട്ട്സൊക്കെ എൻ്റെ മീതെ ഇട്ടിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ ഫിസിലൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. ഒരു 30 മിനിറ്റ് നമ്മുടെ ബാറ്റർ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബേക്ക് ചെയ്ത് അന്ന് തന്നെ കട്ട് ചെയ്തെടുക്കരുത്. അടുത്ത ദിവസം എടുത്ത് കഴിക്കണം. അപ്പോഴേ ആ ഒരു മണവും ടേസ്റ്റും എല്ലാം പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.